കരുത്തുറ്റ സിവിൽ സർവീസ് നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ. രാജ്യത്ത് സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുകയും പൊതുസേവനങ്ങളെ പുറംകരാർ കൊടുത്ത് സിവിൽ സർവീസിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന നയമാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സിവിൽ സർവീസിൽ 10 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സ്ഥിരം തൊഴിൽ എന്ന ആശയം തന്നെ മാറ്റി നിശ്ചിതകാല തൊഴിൽ എന്ന രീതിയിലേക്ക് മാറ്റുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. അതേസമയം കേരളത്തിൽ സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുന്ന ബദൽ നയങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 48,000-ലധികം പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും 1 ലക്ഷത്തിലധികം സ്ഥിരം നിയമനങ്ങൾ നടത്തുകയും ചെയ്തതിലൂടെ കേരളത്തിലെ സിവിൽ സർവീസ് കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടലുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഗവൺമെന്റിന്റെ നേട്ടം ഈ കേരളത്തിന്റെ സമൂഹത്തിന് വിസ്മരിക്കാൻ കഴിയും, നമസ്കരിക്കാൻ കഴിയും. ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷം നടന്ന UDFന്റെ ഭരണം ഈ കേരളത്തിലെ ജനങ്ങൾ മറന്നുപോയി. എന്തായിരുന്നു 5 വർഷക്കാലത്തെ സ്ഥിതി? 11 തൊട്ട് 16 വരെ 2014 ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥ, ഈ കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു, കേരളം ഇരുട്ടിലേക്ക് പോകുന്നു. കേരളം ആ നിലയിലേക്കെല്ലാം പോയ ഒരു സാഹചര്യത്തിലാണ് LDF കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഈ 10 വർഷക്കാലത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം ഏത് മേഖലയിലാണ് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ച ഉറപ്പുവരുത്തേണ്ടത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് AD അജീഷ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി PN ജയപ്രകാശ് പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ PD മനോജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് റിപ്പോർട്ടുകളിൽ മേൽ ചർച്ചയും മറുപടിയും നടന്നു. സ്വാഗത സംഘം ചെയർമാൻ ഷാജകുമാർ PK, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി D ബിനിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഹരിദാസ് ഇരവങ്കര, SP സുമോദ്, AITC പാലാ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് PR തങ്കച്ചൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MJ ബെന്നിമോൻ തുടങ്ങിയവർ അഭിപ്രായം അർപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VC ജയന്തിമോൾ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി AM അഷ്റഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.